ഹായ്, നിങ്ങൾ 99 രൂപയ്ക്ക് ഒരു റേസർ വാങ്ങിച്ചിട്ട് പിന്നീട് അതിന്റെ ബ്ലേഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 499 റുപ്പീസോ അല്ലെങ്കിൽ 500 രൂപയോ 500 റുപ്പീസോ ചെലവാക്കിയിട്ടുണ്ടോ? അതേപോലെ നിങ്ങളൊരു ഫ്രീ സിമ്മ്, നിങ്ങൾക്ക് ജിയോ പോലത്തെ ഒരു കമ്പനി നിങ്ങൾക്ക് ഫ്രീ സിമ്മ് തന്നതിന് ശേഷം നിങ്ങളത് റീചാർജ് ചെയ്യാൻ വേണ്ടി കുറെ പൈസ ചെലവാക്കിയിട്ടുണ്ടോ? നിങ്ങളൊരു കോഫി വെൻഡിങ് മെഷീൻ വാങ്ങിച്ചതിന് ശേഷം നെസ്കഫെ പോലത്തെ കമ്പനിയിൽ നിന്ന്, അതിനുശേഷം അല്ലെങ്കിൽ കോഫി ഡേ പോലത്തെ കമ്പനിയിൽ നിന്ന് വെൻഡിങ് മെഷീൻ വാങ്ങി കുറഞ്ഞ വിലയ്ക്ക്, അതിനുശേഷം റെഗുലറായിട്ട് അവരുടെ തന്നെ കോഫി മിക്സ് വാങ്ങിക്കാൻ നിർബന്ധരായിട്ടുണ്ടോ? സിമിലർലി നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനി, നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ, ഒരു കച്ചവടക്കാരാണെങ്കിൽ, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനി ഒരു ഫ്രിഡ്ജ് അവരുടെ ഫ്രീ ആയിട്ട് തന്നു. എന്നിട്ട് പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധിതമായിട്ട് അവരുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാൻ നിർബന്ധരായിട്ടുണ്ടോ? അതേപോലെ തന്നെ ഒരു ഐസ്ക്രീം കമ്പനി നിങ്ങൾക്കൊരു ഫ്രീസർ ഫ്രീ ആയിട്ട് തന്നു, അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഫ്രീസർ തന്നു. പിന്നീട് യു ആർ ഫോഴ്സ്ഡ് ടു ഗിവ് ഓർഡർ ഫോർ ദ സെയിം ഐസ്ക്രീം അഗെയിൻ ആൻഡ് അഗെയിൻ. ഇതേപോലെ ഉള്ള പല എക്സാമ്പിൾസും ഉണ്ട്. നിങ്ങളൊരു പ്രിന്റർ വാങ്ങിച്ചു, നിങ്ങൾ വെറും 3000 രൂപയ്ക്ക് ഒരു പ്രിന്റർ വാങ്ങിച്ചു, പക്ഷെ അതിന്റെ കാട്രിഡ്ജിന് നിങ്ങൾ 3500 4000 രൂപ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? നൗ ദിസ് ഇസ് കോൾഡ് ആസ് റേസർ ആൻഡ് ബ്ലേഡ് ബിസിനസ് മോഡൽ. ആക്ച്വലി ഇതിന്റെ റവന്യൂ വരുന്നത് ബ്ലേഡിൽ നിന്നാണ്. ഇനീഷ്യലി ചീപ്പായിട്ട് അതിന്റെ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, പിന്നെ അതിന്റെ കൺസ്യൂമബിൾസ് എന്നോ അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുന്ന ആക്സസറീസ് എന്നോ ആയിരിക്കും കമ്പനിയുടെ റവന്യൂ വരുന്നത്. ദിസ് മോഡൽ ഇസ് കോൾഡ് ആസ് ദി റേസർ ആൻഡ് ബ്ലേഡ് മോഡൽ. ഇത് ആദ്യമായിട്ട് ജില്ലറ്റ് എന്ന് പറയുന്ന റേസർ കമ്പനിയാണ് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് റേസർ ആൻഡ് ബ്ലേഡ് മോഡൽ എന്ന് പറയുന്നത്. ജില്ലറ്റിന് 99 രൂപയുടെ റേസർ വാങ്ങിച്ചാലും നിങ്ങൾ അതിന്റെ ബ്ലേഡ് മാക് 3 ബ്ലേഡ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ 500 രൂപയോ അല്ലെങ്കിൽ 400 രൂപയോ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതേപോലെ പല കമ്പനീസും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പിന്നീട് അതിന്റെ കൺസ്യൂമർ വാങ്ങിക്കാൻ വേണ്ടി അധികം കാശ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? then you are fallen for a razor and blade business model. This business model is very commonly used. If you are a businessman, you can use this model to lock the customer. നിങ്ങൾക്ക് കസ്റ്റമറെ ലോക്ക് ചെയ്യാൻ പറ്റും, കസ്റ്റമറെ ലോയൽ ആക്കി നിർത്താൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണിത്. സോ നെക്സ്റ്റ് ടൈം when you buy something, remember, നിങ്ങൾ വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഒരു റേസർ ആയിരിക്കാം, ബ്ലേഡ് പുറകെ വരാൻ സാധ്യതയുണ്ട്. സോ ബി കെയർഫുൾ. Thank you. I'll be back with another business model.